ഹലോ ഫ്രണ്ട്സ്, ഇറോബർ ഓർബിസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സെല്ല് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അത് കാണിച്ചു തരാം. പിന്നെ ട്രേഡിങ്ങിൻ്റെ ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരാം. എനിക്കറിയണ ഞാൻ ചെയ്യണ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഇന്നലെ നമ്മുടെ പ്രോഫിറ്റ് കാണിച്ചു തരുന്നത് 4000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടില്ല 5600 ആയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 9:15 മാർക്കറ്റ് തുറക്കുള്ളൂ, അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയാണ് പ്രോഫിറ്റ് ചേഞ്ച് വരുന്നതെന്ന്. അതിന് മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്ന റേറ്റിനേറ്റ് വ്യത്യസ്തമായിട്ട് ഇന്ന് കാലത്തുള്ള കാര്യങ്ങളൊക്കെ മാച്ചാക്കിയിടും, കറക്റ്റാക്കിയിടും. ഇന്നലെ 777 കാണിച്ചു തന്നിട്ടാ. ഇതിപ്പോൾ മേടിക്കാനുള്ളവർ ഇവരൊക്കെ വന്ന് കിടന്ന ഓർഡറുകളൊക്കെ കറക്റ്റാക്കി ഇടുമ്പോൾ കൂടിയിട്ട് കിടക്കുന്നുണ്ട് വെച്ചെങ്കിൽ ആ റേറ്റാണ് വരിക. അങ്ങനെയാണ് 883 ആയത്. അത് കാരണം കൊണ്ട് എല്ലാവരും ഇന്നലെ കാണിച്ച പ്രൈസിനേറ്റ് അവസാനം വന്നുള്ള ഓർഡറുകളൊക്കെ ഇല്ലേ, അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന സമയമാണ് 9 മണി തൊട്ട് 9:15 അതൊക്കെ സെറ്റായിട്ട് വരും. അത് നമ്മൾ 9 മണിക്ക് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ആ ചേഞ്ച് വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ പ്രോഫിറ്റിൽ ലാഭമാണ് വെച്ചെങ്കിൽ അത് കയറുന്നതും നഷ്ടമാണെങ്കിൽ അത് കുറയണതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അദാനി പോൾസ് ഇന്നലെ കിടന്നത് 126 കിടന്നു. ഇത് ഇന്ന് കാലത്ത് 134 ഇത് കണ്ട. ഇന്നലെ ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അദാനി പവർ ഇന്നലത്തെ ഇന്നും തമ്മിലുള്ള മാറ്റം അത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മുടെ ഇതിലേക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. അതാണിപ്പോൾ പോർട്സിൽ ഞാൻ 4 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ മസ്ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മുടെ പ്രതിരോധത്തിൽ കപ്പലുകൾ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്കാണ്. അപ്പോൾ അത് ഇന്നലെ മേടിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നു കേട്ടോ. ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതിന് നല്ല ബൂമിങ് ഉണ്ട് എന്നാണ് പറയണത്. അവർക്ക് 6 സബ്മറൈൻ പണിയാൻ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ടെൻഡറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ അവർക്ക് കിട്ടുമെന്ന് പറയണത്. അപ്പോൾ അവർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയണത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വലുതായിട്ട് ചെയ്യണതല്ല, നമ്മൾ പഠിക്കണം. നമ്മളതിലും കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫണ്ടൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഇതിലൊക്കെ വിനിയോഗിച്ച് ഭാവി കാലത്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ നമ്മളധികം ഫണ്ടൊന്നുമില്ല, ഉള്ള ഫണ്ട് കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ അത് മേടിച്ചിട്ടപ്പോൾ അത് ഫസ്റ്റ് ഹോൾഡിങ് വന്നിട്ട് കേട്ടോ. ഇനി ഇന്ന് വിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ഞാനിന്ന് തുറക്കുമ്പോൾ തന്നെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദാനി പോർട്സ് സെല്ല് ചെയ്യണം, NSL ചെയ്യുന്നുണ്ട്. തുറന്നു കൊണ്ടെങ്കിൽ 3 എണ്ണത്തിന് ആക്കിയിടണം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ ആയിട്ട് കയറി പോകും. അപ്പോൾ ഞാൻ ലിമിറ്റ് റേറ്റ് ഇട്ടു 883 ഉള്ളൂ. 895 3 എണ്ണം വിൽക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ആദ്യം കണ്ടിന്യൂ ടു CDSL പിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിയിൽ കണ്ടില്ലേ ജനറേറ്റ് ന്യൂ പിന്ന്, ആ പിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പിന്ന് വരും. അപ്പോൾ ആ പിന്ന് നോട്ട് ചെയ്യുക ഇമെയിലിൽ, എന്നിട്ട് അത് അടിച്ചു കൊടുക്കുക. നമ്മൾ ഇന്ത്യയിൽ പിന്നുള്ള കാരണം ഞാൻ പിന്നെ അടിച്ചു കൊടുക്കുന്നുണ്ടാകും. പിന്നെ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പിന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ OTP വരും കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. OTP അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, സെല്ല് കൊടുക്കുക. ഓക്കെ. അങ്ങനെ നമുക്ക് സെല്ല് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, ആദ്യമായിട്ട് ചെയ്യണം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ പോർട്ട്ഫോളിയോയിൽ പോവാം. സെല്ല് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ മാർക്കറ്റിന് തന്നെ 15 സെല്ല് ചെയ്യാൻ പോവാം. എനിക്ക് അത്ര മതി.
നന്നായിട്ട് ഹൈ ഒക്കെ കാണിച്ചാണ് കേട്ടോ. ഇനി ഞാൻ സെല് ചെയ്യണില്ല, ഇനി നോക്കട്ടെ, റേറ്റ് നോക്കിയിട്ട് ചെയ്യാം. അഞ്ചെണ്ണം സെല് ചെയ്യാൻ കേട്ടോ, ലിമിറ്റിലിട്ടിട്ട് ചെയ്യണം. 141.50 സെൻറ്റ് സെല് ചെയ്തിട്ടുള്ളത്. ഓർഡറിൽ 35 സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറയാണ് ചെയ്യണത് കണ്ടില്ലേ, അതാണ് പവർ. അതിന് ഞാൻ കുറേയെന്ന് വിചാരിക്കുന്നു, അത് കാരണം കൊണ്ട് ഞാൻ സെല് ചെയ്തത്. 142 വരെയൊക്കെ വന്നിട്ടാവും ചിലപ്പോൾ കുറേ കേട്ടോ, എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ശങ്കര ഞാൻ സെല് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. 3 ഞാൻ ഇടുന്നു, ലിമിറ്റ് പ്രൈസാണ് ഇടുന്നത്. 485 വന്നു കഴിഞ്ഞാൽ അത് സെല്ലായി പൊക്കോട്ടെ, അതാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രോഫിറ്റായി. അതൊന്ന് വരണമെന്ന് വെച്ചെങ്കിൽ അത് സെല്ലാവും. അത് നല്ല മൂവ്മെൻ്റ് കാണുന്ന വെച്ചെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ, നോക്കിയിരിക്കുന്ന വെച്ചെങ്കിൽ. അല്ല വെച്ചെങ്കിൽ ആ റേഞ്ച് വരുമ്പോൾ പോവും. ഓക്കെ, കണ്ടില്ലേ, അദാനി പോർട്സ് 895 ഞാൻ 3 സെല് ചെയ്തിട്ടു. 3 10 എത്ര വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. മറ്റേത് 2 എനിക്ക് താവും തോന്നി, കാരണം മറ്റേത് 2 ഞാൻ അപ്പം തന്നെ മാർക്കറ്റ് വിലയ്ക്ക് തന്നെ വിറ്റു. ബാക്കിയുള്ളത് ഞാൻ സെല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോൾ റേഞ്ച് പെട്ടെന്ന് തന്നെ കിടക്കണോ അപ്പം തന്നെ നമുക്കിത് സെല്ലാവും. നമുക്കിത് എല്ലാത്തിലും നോക്കിയിരുന്നിട്ട് ഒരേപോലെ ഇത് റേറ്റ് മാറുന്നത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് നമുക്ക് എന്താ ടാർഗറ്റ് വെച്ചെങ്കിൽ ഓരോ ഷെയർ എടുത്തിട്ട് ആ ടാർഗറ്റിൽ അത് സെല് ചെയ്യാനായിട്ട് ഇടുക. ഓക്കെ, സെല് ചെയ്യാനിട്ട് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് അത് വിറ്റ് പോയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും നോക്കിയാൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാഷ് ഉണ്ട്, അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത റേഞ്ചിലൊക്കെ എത്തും. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചെങ്കിൽ ഒരുമിച്ച് എത്താൻ പറ്റില്ല. അത് കാരണമാണ് നമ്മളിങ്ങനെ സെല് ചെയ്ത് തരുന്നത് കേട്ടോ. ഇത് 450 3 ഞാൻ ഇട്ടേക്കുന്നു കേട്ടോ. 142 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇടണം, നോക്കട്ടെ എന്തുണ്ടാവുന്നു. കുറയുന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ ഇപ്പം അറിയാം. നൂറ്റി 144 പോയിട്ടാ. നോക്കട്ടെ എത്ര മേടിക്കാണ്ട്. 51% ആൾക്കാർ ഇപ്പോഴും മേടിക്കാൻ നിൽക്കുന്നുണ്ട്, പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കുറയുമെന്ന് വിചാരിക്കണത്, അല്ലാണ്ട് ഇത് മുന്നോട്ട് അതുപോലെ നിർത്താതെ പോകുമെന്ന് ഞാൻ വിചാരിക്കണില്ല. 130 റേഞ്ചിലേക്കൊക്കെ വരുമെന്ന് വിചാരിക്കണം കേട്ടോ, കയറിയിട്ട്. ഇനി അറിയില്ല, നമ്മുടെ ഒരു പ്രൊഡക്ഷനാണ് കേട്ടോ. ഇനി എന്താവട്ടെ, നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, നല്ല പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഇനി അത് കുറഞ്ഞു വന്നു വെച്ചെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തില്ല വെച്ചെങ്കിൽ അത് വലിയ മണ്ടത്തരാവും ചെയ്യും. കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. കാരണം കേട്ടോ,
ഞാൻ ഇന്നലെ പറഞ്ഞ 150 വരെയൊക്കെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് എല്ലാവരും ഇത്ര രീതിയിൽ എടുത്തിരുന്നത് കേട്ടോ. ഞാൻ എന്തായാലും അധികം നോക്കുന്നുണ്ട്. 145-നും 5 സെറ്റ് ചെയ്യാൻ പോകണം. അദാനി പവറിലുണ്ടല്ലേ, അതുപോലെ തന്നെ അദാനി പോർട്സിൽ നോക്കിയാൽ നമുക്ക് 40% മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റേറ്റ് കയറുന്ന കാര്യമൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ അറിയാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ. വിൽക്കണതും എങ്ങനെയാണ് നമ്മൾ ചെയ്തിടുക എന്നുള്ളത്, നമ്മൾ ലിമിറ്റ് ഓർഡർ സെല്ല് ചെയ്തിടുക എന്നുള്ളത്. ലിമിറ്റ് ഓർഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തിടുക വേണ്ട കേട്ടോ. ഓക്കെ, അതുപോലെ എല്ലാത്തിലും അതുപോലെ നമ്മളൊരു കണക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തിടുക കേട്ടോ. ഇത് നഷ്ടത്തിലും ഉണ്ടാവും, വേണ്ടില്ലേ. അദാനി ഗ്രീന് നഷ്ടത്തിലാണ്. നമുക്ക് 1.75% നഷ്ടത്തിലാണ്. 421 റുപ്യ കുറവിലാണ് നിൽക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാതും നമ്മളെ ലാഭത്തിൽ തന്നെയാണ്. SBI കാർഡ് ചെറിയൊരു മൈനസിലാണ്. IDFC ഫസ്റ്റ് ബാങ്ക് അതും ചെറിയ നഷ്ടത്തിലാണ്. ബാക്കി എല്ലാതും നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, പൊസിഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അദാനി പവർ വിറ്റത് അപ്പോഴും നഷ്ടം കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ 141 രൂപയ്ക്ക് വിറ്റത്, അതിപ്പോൾ 143 നിൽക്കുന്ന കാരണം കൊണ്ടാണ് അത് നഷ്ടം കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ലാഭമാണ്. കാരണം നമ്മൾ ഇന്നലെ 105 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് 141 വിറ്റുള്ളത്. ഓക്കെ, ഞാൻ ഇന്നലെ അത് പറഞ്ഞല്ലോ, നമുക്ക് മനസ്സിലാവില്ലെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് നഷ്ടമല്ല, നമുക്കത് ലാഭമാണ്. നമ്മൾ മൊത്തം വിറ്റിട്ട് മാറി നിന്നിട്ട് ഇനി കുറയുന്ന സമയത്ത് ഒരു 135 വരണ സമയത്ത് അത് വാങ്ങണുള്ളൂ വെച്ചെങ്കിൽ വാങ്ങിയാൽ മതി. ഇത് ഇപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ്റെ ഇടയിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇത്. ചിലപ്പോൾ ഇനി 150 കടന്നു പോയാൽ നമുക്ക് നല്ല ലാഭവും ചെയ്യും. പക്ഷെ അത് നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറഞ്ഞു വന്നാലോ, അത്ര നോക്കിയിരിക്കുന്നവർക്ക് പറ്റും കേട്ടോ. ഓക്കെ, ഇത് ഇന്നലെ നല്ല ലാഭമായി. ഇന്നലെയൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ലാഭം നമുക്ക് കിട്ടി. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ബാലൻസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയണതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും